എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ലാസ്റ്റ് വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കാരണം അത് കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ. കാരണം അതിന്റെ ഒപ്പം കൂട്ടി യോജിപ്പിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വക്രാസനത്തിനെ കുറിച്ചുള്ള വീഡിയോ എല്ലാവരും കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ പോയി കാണാം. ഇന്നത്തെ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. കാരണം നമ്മൾ അതിൽ ഷുഗറിനെ കുറിച്ചായിട്ടായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷുഗറിനെ മാറ്റാൻ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആസനം, അതായത് കുറച്ചല്ല ഒരു ആസനത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, വക്രാസനത്തിനെ കുറിച്ചിട്ടായിരുന്നു അതിലുണ്ടായിരുന്നത്. അപ്പൊ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ വയറ് തിരിയുന്ന രീതിയിലോ വലിച്ചിൽ വരുന്ന രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യാമെന്നുള്ളത്. അപ്പൊ നിങ്ങൾ നടക്കാൻ പോണവരൊക്കെ ആണെങ്കിൽ കുറച്ച് ആസനാസ് അല്ലെങ്കിൽ നിന്നിട്ട് തന്നെ കുറച്ച് എക്സസൈസുകൾ ഇതിന്റെ ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അധികം വൈകാതെ നമുക്ക് ആസനാസിക്ക് അടക്കാം അല്ലെങ്കിൽ എക്സസൈസിക്ക് അടക്കാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അർദ്ധകടി ചക്രാസനത്തിനെ കുറിച്ചാണ്. ഇതൊരു ആസനം എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ കണ്ടാൽ മതി. സൈഡ് ഭാഗം വലിച്ചിൽ വരുന്നൊരു ആസനമാണ് അർദ്ധകടി ചക്രാസനം. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ട്വിസ്റ്റിങ്ങും വലിച്ചിലും വരുന്ന കാര്യങ്ങൾ നമ്മുടെ പാൻക്രിയാസിന് ഇതിലൂടെ നല്ലതാണ്, സ്റ്റിമുലേഷൻ വരാൻ വേണ്ടി. സോ നമുക്ക് അധികം വൈകാതെ ആസനം എങ്ങനെ ചെയ്യുമെന്ന് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഇയർ ബാലൻസിന്റെ ഇഷ്യൂസ് ഉള്ളവരാണ് ഈ കാര്യങ്ങൾ കുറച്ച് അകത്തി വെച്ചിട്ട് ചെയ്തോളൂ. അതെല്ലാം അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ല. നിങ്ങൾ കംപ്ലീറ്റ്ലി ഓക്കെ ആണെങ്കിൽ കാര്യങ്ങളെ ചേർത്ത് വെക്കുക. ചേർത്ത് വെച്ചതിന് ശേഷം പതുക്കെ കയ്യിലെ ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ ചെവിയോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ട് മുകളിലേക്ക് ഉയർത്തുക. ഉയർത്തിയതിനു ശേഷം പതുക്കെ ശ്വാസം മുഴുവനായിട്ട് വിട്ടുകൊണ്ട് സൈഡ് വലിച്ചൽ വരുന്ന രീതിയിൽ പതുക്കെ ഒന്ന് സൈഡിലേക്ക് ബെൻഡ് ചെയ്ത് കൊടുക്കുക. ബെൻഡ് ചെയ്ത് നിന്നതിന് ശേഷം ഒരു 10 ടൈംസ് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ സ്ഥിര സുഖമാസനം ആസനത്തിൽ നിന്നുകൊണ്ട് പതുക്കെ ശ്വാസം എടുത്തു വിടുക. വലിച്ചിൽ വരുന്ന ഭാഗത്തേക്ക് ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഷോൾഡർ തൊട്ട് അടിഭാഗം വരെ, നമ്മുടെ അരക്കെട്ട് വരെ വലിച്ചിൽ വരുന്നുണ്ടാവും, ശ്രദ്ധ കൊടുക്കുക. ഈ ഓപ്പോസിറ്റ് ഹാൻഡിനെ അടിയിലേക്ക് പതുക്കെ ഒന്ന് വലിച്ചു കൊടുക്കുക. ഹോൾഡ് ചെയ്ത് നിൽക്കുക. നോർമൽ ബ്രീത്ത് ആയിരിക്കണം. പതുക്കെ ഇനി ബ്രീത്ത് എടുത്തുകൊണ്ട് വേണം മുകളിലേക്ക് വരാൻ. പതുക്കെ കൈകളിലേക്ക് ശ്രദ്ധ കൊടുക്കുക. ശ്രദ്ധ കൊടുത്തതിനു ശേഷം പതുക്കെ കൈയിനടിയിലേക്ക് താത്തി കൊണ്ടുവരിക. താത്തി കൊണ്ടുവരുമ്പോൾ കയ്യിൽ തുമ്പൊക്കെ ചിലവർക്ക് വിങ്ങുന്നത് പോലെയൊക്കെ ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും. അതൊക്കെ ശ്രദ്ധിച്ച് പതുക്കെ കൈയിനടിയിലേക്ക് വയ്ക്കുക. ഇനി ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്കും ചെയ്യണം. ഒരു സൈഡിലേക്ക് മാത്രം ചെയ്താൽ പോലെ. ഒന്നുകൂടി ഇതേപോലെ തന്നെ കൈകളെ പതുക്കെ ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് ഉയർത്തി ചെവിയോടൊപ്പം ചേർത്ത് വെച്ചു. പതുക്കെ ശ്വാസം മുഴുവനായിട്ട് വിട്ടുകൊണ്ട് സൈഡിലേക്ക് ചെയ്യുക. പതുക്കെ ശ്വാസം എടുത്തു വിടുക. വലിച്ചതിനെ ശ്രദ്ധിക്കുക. പതുക്കെ ശ്വാസം എടുത്തുകൊണ്ട് നിവർന്നു വരിക. പതുക്കെ കൈകളെ അടിയിലേക്ക് താത്തുക. കൈകളെ താത്തുമ്പോൾ വിങ്ങൽ വരുന്നുണ്ടോ എന്നൊന്ന് ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കുക. യെസ്. അപ്പൊ ഈ ഒരു ആസനത്തെയാണ് നമ്മൾ അർദ്ധകടി ചക്രാസനം എന്ന് പറയുക. അപ്പൊ അർദ്ധകടി ചക്രാസനം ഡെയിലി നിങ്ങളിപ്പോ നടക്കാൻ പോകുന്നവരൊക്കെ ആണെങ്കിൽ നടന്ന് കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് എക്സസൈസ് ചെയ്യുന്നതിന്റെ ഒപ്പമൊക്കെ ഇത് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത ട്വിസ്റ്റിംഗ് എക്സസൈസ് ആണ്. നമ്മള് വക്രാസനം ചെയ്യാൻ മുമ്പായിട്ട് ഈ ട്വിസ്റ്റിംഗ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഫ്ലെക്സിബിലിറ്റി ഒക്കെ കൂടും. നമ്മൾ ജസ്റ്റ് ജോഗിങ് പൊസിഷനിൽ വെച്ചതിന് ശേഷം ഹെഡ് നേരെ ഉയർത്തിയതിനു ശേഷം ആദ്യം നമ്മുടെ അപ്പർ ബോഡി പതുക്കെ ഒന്ന് ഉയർത്തി കൊടുക്കുക. നമ്മളിത് ഹെഡ് ടു ഫീറ്റ് റൊട്ടേഷൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്. അത് കഴിഞ്ഞതിന് ശേഷം കൈകൾ മൊത്തമായിട്ട് നിവർത്തിക്കുക. കാല് കുറച്ച് അകത്തി വെച്ചോളൂ. മൊത്തമായിട്ട് നിവർത്തി വെച്ചതിന് ശേഷം ഫുള്ളായിട്ട് മൊത്തത്തിൽ തിരിഞ്ഞു നോക്കുക. കൈകളുടെ ഉള്ളിലേക്ക് മൊത്തത്തിൽ തിരിഞ്ഞു നോക്കുന്ന വിധം ട്വിസ്റ്റ് ചെയ്യുക. ഇതൊരു 10 to 20 ടൈംസ് നിങ്ങൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അസ്വസ്ഥതകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ അടിയിൽ കമന്റിന്റെ ആയിട്ട് ഇടാം. അതല്ല ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ അതും അഭിപ്രായമായിട്ട് കമന്റിൽ സൂചിപ്പിക്കാം. അപ്പൊ എല്ലാവരും ഡെയിലി ചെയ്യാൻ ശ്രമിക്കുക. ഞാനിപ്പോഴും പറയുന്നു, നമ്മൾ വല്ലപ്പോഴും ഈ തിരിയുന്ന എക്സസൈസും വലിച്ചിൽ വരുന്ന എക്സസൈസും ചെയ്താൽ നമുക്കൊരു മാറ്റം ഉണ്ടാവില്ല. നമ്മൾ ഡെയിലി ചെയ്യാൻ ശ്രമിക്കണം. ഡെയിലി ചെയ്താൽ മാത്രമാണ് ഒരു കുഞ്ഞിക്ക് ഒരു 21 ദിവസമെങ്കിലും നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമാണ് എന്തുണ്ടാവുക, ഒരു കുഞ്ഞൊരു ചേഞ്ച് വരുള്ളൂ. അപ്പൊ ആ ഒരു കുഞ്ഞൊരു ചേഞ്ച് നിങ്ങളുടെ ഏറ്റവും വലിയൊരു സക്സസ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. ഡെയിലി ചെയ്യാം. ഓക്കെ.